ജൂനിയർ ബോയ്സിന്റെ ഹൈ ജമ്പിൽ ഇടുക്കിയിൽ നിന്നൊരു മിടുക്കൻ 1.94 മീറ്റർ ഉയരം ചാടി സ്വർണം നേടി കേദാർനാഥ് നമുക്കൊപ്പം ചേരുകയാണ്. പെരുവന്താനം GHSSലെ വിദ്യാർത്ഥിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? വന്ന് ക്ലൈമറ്റ് ഒക്കെ നല്ലതായിരുന്നു അല്ലേ? ക്ലൈമറ്റ് നല്ലതല്ലായിരുന്നു, മോശം ക്ലൈമറ്റ്. നിങ്ങൾക്ക് മോശമാണ്, നമ്മൾക്ക് നല്ല ക്ലൈമറ്റ് ആണെന്ന്. ഓക്കെ, അത്ലറ്റുകളെ സംബന്ധിച്ച് നമുക്കറിയില്ലല്ലോ. ഓക്കെ, മോശം ക്ലൈമറ്റ് ആയിരുന്നു. ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തണുപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്തു, 94 ചെയ്തു, സന്തോഷമുണ്ട്. കുറെ കൂടി മുന്നോട്ട് പോകാമായിരുന്നു, റെക്കോർഡ് എനിക്ക് ബ്രേക്ക് ചെയ്യായിരുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്ക് 2 മീറ്റർ ചാടണമെന്നുണ്ടായിരുന്നു. ഇനി ജൂനിയറിൽ ഇനി അടുത്ത തവണയും ജൂനിയർ തന്നെയല്ലേ? സീനിയർ, അടുത്ത തവണ സീനിയറിലേക്ക് എത്തും. ഓക്കെ, എന്നാലും മൊത്തത്തിൽ എങ്ങനെയുണ്ട്? മീറ്റിൽ വന്ന് ഇടുക്കിയിൽ നിന്ന് വരുന്നു, ഒരുപാട് പരിശീലനം, ഒരുപാട് കാലത്തെ പ്രയത്നം, അതൊക്കെ അതിൻ്റെ ഒരു സന്തോഷത്തിലെത്തുകയാണ്. പ്രാക്ടീസ് ഞാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. സന്തോഷ് സാറിൻ്റെ കീഴിലാണ് 6 വർഷമായിട്ടും ചെയ്യുന്നത്. പിന്നെ ഗ്രൗണ്ട് ഈ കഴിഞ്ഞ വർഷം മുതൽ പണി നടക്കുകയാണ്, ഫെസിലിറ്റീസിനൊക്കെ നല്ല കുറവുണ്ട്. അപ്പോൾ ഗ്രൗണ്ടിന് ഇന്ന് ഉദ്ഘാടനമാണ്, ഇന്നാണ് ഉദ്ഘാടനം. അപ്പോൾ പ്രാക്ടീസൊക്കെ ശരിയായി വരണേ. അപ്പോൾ അവിടെ ഉദ്ഘാടനം, ഇവിടെ സ്വർണ്ണ മെഡൽ അല്ലേ? അങ്ങനെ പറയാം, നമ്മൾ പറയല്ലേ, അവിടെ താലിയിട്ട് പാലയച്ച് പറഞ്ഞ പോലെ അവിടെ ഉദ്ഘാടനം, ഇവിടെ സ്വർണ്ണം. അപ്പോൾ വൻ ഹാപ്പി ആയിട്ടാവും ആൾക്കാർ. അപ്പോൾ പുതിയ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ചെന്നങ്ങ് ഇറങ്ങുന്നു, സ്വീകരണം മേടിക്കുന്നു. ഓക്കെ, സന്തോഷ് ജോർജ് പരിശീലകനാണ്. എങ്ങനെയുണ്ട് നമ്മളെ കേദാർനാഥിന്റെ? ഈ വർഷം നമ്മൾ പ്രതീക്ഷിച്ച മെഡൽ തന്നെയാണ്. അവൻ്റെ പെർഫോമൻസ് ഇപ്പം ജില്ലാ മീറ്റിൽ ചെയ്ത പെർഫോമൻസ് ഇവിടെ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും നമ്മൾ ഗോൾഡ് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. ഗോൾഡ് അത് നേടാൻ സാധിച്ചു, അത് വലിയ സന്തോഷമുണ്ട്. ഓക്കെ, കേദാർനാഥിൻ്റെ അച്ഛനാണ്. നമ്മൾ മക്കളെ ഡോക്ടറാക്കുന്നവരുണ്ട്, എഞ്ചിനീയർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് എൻ്റെ മോനെ ഒരു അത്ലറ്റ് ആക്കാം എന്ന് തീരുമാനിച്ചു? അതങ്ങനല്ല, അവനെ ഒരു 2016 അവിടെ ഈ കളിക്കൂട്ടം എന്ന് പറഞ്ഞൊരു പദ്ധതി ആരംഭിച്ചായിരുന്നു. എല്ലാ പഞ്ചായത്തുകളിലും ഒരു സ്പോർട്സ് കേന്ദ്രം വേണമെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നല്ലോ. അന്നേരം ഇവന് പ്രാക്ടീസിന് സാറിൻ്റെ കൂടെ പോയപ്പം ഇവൻ അന്നേരം തന്നെ ഒരു ജമ്പിങ്ങിൻ്റെ ഒരു സംഭവം കാണിച്ചു തുടങ്ങിയായിരുന്നു. ജമ്പ് ചെയ്യിച്ചു സാർ ഓരോ ഐറ്റം മാറ്റി മാറ്റി ചെയ്യിച്ചു നോക്കിയപ്പം ജമ്പ് ചെയ്യാനുള്ളൊരു ടാലൻറ്റ് ഇവൻ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് സാറ് ഇവനെ ജമ്പിങ്ങിലേക്ക് വിടുന്നത്. അപ്പം അതിന് നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. കാരണം വെച്ചാൽ അവൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് ചെയ്യട്ടെ. അവൻ ചാടാനാണ് അവൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങ് ചാടട്ടെ, അതാണ് വേണ്ടത്. നമ്മളതിനുള്ള പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കേദാർനാഥേ വെറുതെ അങ്ങ് ചാടിയതല്ല, ചാടാൻ ഒരു കാരണമുണ്ട്. ഇതേ അമ്മയാണ് ബിനോഫ. അതായത് സ്കൂൾ മീറ്റിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മീറ്റിലും നാഷണൽ മീറ്റിലൊക്കെ ചെന്ന് മെഡലുകൾ വാരി കോരിയ താരമായിരുന്നു. പിന്നെ എങ്ങനെ മകൻ ചാടാതിരിക്കും അല്ലേ? സന്തോഷമായി. എങ്ങനെയുണ്ട്? അതായത് ചാടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിലാണ് താല്പര്യം. അപ്പം ചെറുപ്പം മുതലേ എങ്ങനെയുണ്ട്? വീട്ടിൽ നമ്മൾ വളർത്തുമ്പോൾ എൻ്റെ മകൻ അത്ലറ്റ് ആവണമെന്നൊരു ആഗ്രഹം സ്വാഭാവിക ഉള്ളിൽ ഉണ്ടാവുമല്ലോ. എനിക്ക് അവനെ ഒരു സ്പോർട്സ് താരമാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ ആ സ്ഥലത്ത് ഈ സാറ് നേവിയിലായിരുന്നു, നേവിയുടെ കോച്ചായിരുന്നു. അപ്പോൾ സാർ അവിടെ ഒരു കോച്ചിങ് ക്യാമ്പ് നടത്തി. അപ്പം ഞാൻ ഇവനെ ഈ 2 പേരെയും, ഇവൻ്റെ അനിയനാണിത്, 2 പേരെയും അവിടെ കൊണ്ട് സാറിൻ്റെ കീഴിലാക്കി. അപ്പം അത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് മെഡൽ നേടിയിട്ടുണ്ടോ? ഉണ്ട്, ഇതേ സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഇവിടെ എല്ലാം മത്സരിച്ച് മെഡൽ നേടിയിട്ടുണ്ട് ഞാൻ. ഇതേ മൈതാനത്ത് മകൻ മെഡൽ നേടുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് പോയിന്റ് കേട്ടോ. അതായത് അമ്മ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് മെഡൽ നേടി, ആ മണ്ണ് ഉണങ്ങിയിട്ടില്ല, അവിടെ വന്ന് മകൻ വന്ന് വീണ്ടും മെഡൽ നേടുകയാണ്. എന്താണ് കേൾക്കുന്നത്? ഓക്കെ, അതായത് ഒരു അത്ലറ്റ് എന്ന നിലയിൽ നമ്മൾ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രത്യേകിച്ച് അമ്മമാർക്ക്, രക്ഷിതാക്കൾക്ക്. അതെല്ലാം ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു തന്നെയാണ്. പ്രയാസങ്ങളുണ്ട് ഒരുപാട്, അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്നു. ഓക്കെ, പേര്? ബദ്രിനാഥ്. കേദാർനാഥും ബദ്രിനാഥുമാണ്. ഓക്കെ, എന്താ ഐറ്റം? ഹൈ ജമ്പ് തന്നെയാണ്. ചേട്ടൻ ചാടും, എന്നാൽ നമ്മളൊന്നും ചാടും അല്ലേ? പങ്കെടുത്തോ? മത്സരങ്ങളിലുണ്ടായിരുന്നോ? സ്റ്റേറ്റിലുണ്ടായിരുന്നു. അപ്പൊ അടുത്ത തവണ നമ്മൾ വന്ന് ഞെട്ടിക്കും. പ്രാക്ടീസ് പുതിയ ഗ്രൗണ്ടൊക്കെ വന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ഗംഭീരമാകും. ഇപ്പൊ ഗ്രൗണ്ടിന് സൗകര്യമൊന്നുമില്ല, ഇപ്പൊ നല്ല ഗ്രൗണ്ട് കിട്ടി, നല്ലപോലെ ചാടണം. അതാണ്, നല്ല ഗ്രൗണ്ട് കിട്ടി, ഇനി നല്ലപോലെ ചാടണം. പക്ഷെ ഇതെന്തായാലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. കാരണം മറ്റ് എന്താ പറയുക, ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഒക്കെ വരുന്ന കുട്ടികളുണ്ട്. പ്രയാസങ്ങളിലൂടെ തന്നെയാണ് കടന്നു വന്നത്. പക്ഷേ അമ്മ നടന്ന വഴിയെ ഒരു മകൻ നടക്കുകയാണ്. അമ്മ മെഡൽ നേടിയ മൈതാനത്ത് ഒരു മകൻ മെഡൽ നേടുകയാണ്.
അത് വലിയ കൺകുളിർക്കെ കാണുക എന്നുള്ളത് ജീവിതത്തിലെ വലിയ ഭാഗ്യമുള്ള നിമിഷവുമാണ്. പെരുവന്താനത്ത് നിന്നെത്തിയാണ് കേദാർനാഥിൻ്റെ മെഡൽ വേട്ട. അപ്പോൾ ഇനിയും ചാടും. ദേശീയ ലെവലിലൊക്കെ പോയി നമുക്ക് ഒരുപാട് മെഡൽ കേദാർനാഥ് കൊണ്ടുവരുന്നത്. സാദിഖ് പാറക്കലിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.